ഹായ് ഓൾ, മൈൽസ് ആൻഡ് മൊമെന്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അധികം ആരും കടന്നു ചെന്നിട്ടില്ലാത്ത ഒരു മനോഹരമായ ബീച്ചിനെ പറ്റിയിട്ടാണ്. ഈ ബീച്ചിലേക്ക് നമ്മൾ പോകുന്നത് നമ്മൾ കുഴിപ്പള്ളി ബീച്ചും ചെറായി ബീച്ചും ഒക്കെ പോകുന്ന സെയിം റൂട്ടിൽ തന്നെയാണ്. ബീച്ചിൻ്റെ പേരാണ് എളങ്കുന്നപ്പുഴ ബ്ലൂ വേവ്സ് ബീച്ച്. നമുക്ക് ഗൂഗിൾ മാപ്പിലൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ ലൊക്കേഷൻ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ കാളമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടെ നമുക്ക് നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടും. ഒരുപാട് പേര് ഇവിടെ വന്ന് മീനൊക്കെ പർച്ചേസ് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ഇവിടെ നിന്ന് അതായത് നേരെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വൈപ്പിൻ ബീച്ചിലേക്ക് എത്താം. ഇവിടെ നിന്ന് റൗണ്ട് ആയിട്ട് തിരിയുന്നത് ചെറായി റൂട്ടാണ്. ആ റൂട്ടാണ് നമുക്ക് പോകേണ്ടത്. ചെറായി റൂട്ടിൽ നമ്മൾ എളങ്കുന്നപ്പുഴ ജംഗ്ഷനിൽ വന്നിട്ട് ഒരു സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രമുണ്ട്. അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് കിടക്കുന്ന റോഡിലൂടെ നമ്മൾ നേരെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബീച്ചിൽ എത്തിച്ചേരാം. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഇതൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ബീച്ചാണ്. ഒരുപാട് ആളും വേളങ്ങളും ഒന്നുമില്ല, ചെറിയ കടകളൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ നോക്കി കണ്ടൊക്കെ വരിക. പിന്നെ നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് വൈബാണ്. കാരണം ഒരുപാട് ആളും ബഹളങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരം ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. കൊച്ചുകുട്ടികളൊക്കെയാണ് ഇത് ഇറക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതിന് മാത്രം വലിയ ശക്തിയുള്ള തിരയൊന്നും അല്ലാതെ ഞങ്ങൾ ചെന്ന സമയത്ത്. ബാക്കിയുള്ള ടൈമിൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ കോസ്റ്റ് ഗാർഡോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മളെ തന്നെ നിയന്ത്രിക്കേണ്ടി വരും. സായാഹ്നം നമ്മളവിടെ ചിലവഴിച്ച് തിരിച്ചു പോവുകയാണ്. നമ്മൾ തിരിച്ചു പോകുന്ന റോഡിന് ദിവസം നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. അതുകൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് ബെൽ ബട്ടൺ അമർത്തുക. പുതിയ ട്രാവൽ വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.